ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ആഗ്രയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്ന അയാൾ വഴിയരികിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന സന്യാസിയോട് ചോദിച്ചു, താജ്മഹലിൽ എത്താൻ എത്ര സമയം നടക്കണം? സന്യാസി മറുപടി പറയാതെ ഈ യാത്രികനോട് അയാളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അന്വേഷിച്ചു. അയാൾ വീണ്ടും ചോദിച്ചു, എത്ര സമയം വേണം താജ്മഹലിൽ എത്താൻ? പക്ഷേ സന്യാസി ഉത്തരം പറയാതെ വീണ്ടും ചില ചോദ്യങ്ങൾ കൂടെ ചോദിച്ചു കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞ്, വരൂ നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് പറഞ്ഞ് സന്യാസി അയാളോടൊപ്പം നടന്നു. കുറച്ച് സമയം ഒപ്പം നടന്നിട്ട് സന്യാസി പറഞ്ഞു, ഇനിയും നിങ്ങൾ ഒരു 6 മണിക്കൂർ കൂടെ നടക്കണം താജ്മഹലിലെത്താൻ. അയാൾ ചോദിച്ചു, മുമ്പേ ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് ഈ ഉത്തരം പറയാഞ്ഞത്? സന്യാസി പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ നടക്കുന്നയാളാണോ സാവകാശം നടക്കുന്നയാളാണോ എന്നത് അറിയാതെ എത്ര സമയം വേണമെന്ന് ഞാൻ എങ്ങനെ പറയും? ഇപ്പോൾ ഇത്രയും സമയം നാം ഒരുമിച്ച് നടന്നപ്പോൾ എനിക്ക് താങ്കളുടെ വേഗത ഏകദേശം മനസ്സിലായി. അതിന് പ്രകാരം താങ്കൾ ഇനിയും 6 മണിക്കൂർ കൂടെ നടക്കണം. നാം ഒരു സ്ഥലത്തെത്താൻ എന്ത് സമയം വേണം എന്നുള്ളത് നമ്മുടെ യാത്രയുടെ വേഗത അനുസരിച്ചാണ് നിശ്ചയിക്കുന്നത്. ചിലർ വേഗത്തിൽ നടക്കുന്നവർ ആയിരുന്നാലും വേഗത്തിൽ ക്ഷീണിക്കുന്നവരും ആവാം. അപ്പോൾ യാത്രയിൽ താമസം സംഭവിക്കാം. ചിലരാകട്ടെ സാവകാശം എങ്കിലും ക്ഷീണം കൂടാതെ നടക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കും. അതാണല്ലോ ആമയുടെയും മുയലിൻ്റെയും കഥയിൽ നാം കാണുന്ന അനുഭവം. നാം എല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണ്. എത്ര വേഗത്തിൽ യാത്ര ചെയ്യുന്നു എന്നതല്ല, എത്രമാത്രം സ്ഥിരതയോടെ യാത്ര ചെയ്യുവാൻ കഴിയുന്നു എന്നതാണ് ജീവിതയാത്രയിൽ പ്രാധാന്യമുള്ളത്. എന്നാൽ ജീവിതകാലം മുഴുവൻ നാം യാത്രക്കാരാണ്. ചിലരുടെ യാത്ര ചിലപ്പോൾ വേഗത്തിൽ അവസാനിച്ചേക്കാം. എന്നാൽ ജീവിതകാലം മുഴുവൻ സ്ഥിരതയോടെ യാത്ര ചെയ്യുവാൻ കഴിയണം. സ്ഥിരതയോടൊപ്പം ലക്ഷ്യബോധവും ഏറ്റവും അനിവാര്യമാണ്. അതേപോലെ മാർഗത്തെക്കുറിച്ചുള്ള നിശ്ചയം ആവശ്യമാണ്. ശരിയായി ചിന്തിച്ചാൽ ലക്ഷ്യത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് മാർഗം. മാർഗം തെറ്റിയാൽ ലക്ഷ്യത്തിലെത്തുവാൻ വലിയ പ്രയാസം വരും. ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നും വരാം. ഇന്ന് GPS ഉള്ളതുകൊണ്ട് മാർഗം കണ്ടുപിടിക്കുവാൻ വലിയ പ്രയാസമില്ല. എങ്കിലും തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോയവരുണ്ട്. മുൻപ് വഴി അറിയുവാൻ പാടില്ലാത്തവർ മറ്റ് പലരോടും ചോദിച്ച് യാത്ര ചെയ്തിരുന്നു. എങ്ങനെയായാലും ശരിയായ മാർഗത്തിൽ യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതമാർഗം ശരിയായോ എന്ന് മനസ്സിലാക്കുന്നതിന് ദൈവവചനം നമുക്ക് വഴികാട്ടിയാണ്. ദൈവവചന ധ്യാനത്തിലൂടെ ശരിയായ മാർഗത്തിൽ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമാവണം. പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൽ വഴികാട്ടിയായി ദൈവവചനം ഞങ്ങൾക്ക് എഴുതി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവവചനം ശരിയായി കൈകാര്യം ചെയ്യുവാൻ, അത് പാലിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.